ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും താരൂസ് വേഡിലേക്ക് സ്വാഗതം. എന്താണ് കിക്ക് എന്ന സംഘടന? കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി, അതാണ് കിക്ക്. ഏകദേശം 11ഓളം അംഗങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഘടന. അതിൻ്റെ പ്രസിഡന്റ് ഖാദർ കരിപ്പൊടി, സെക്രട്ടറി സായി, മല്ലു ട്രാവലറാണ് വൈസ് പ്രസിഡന്റ്, ട്രഷറർ വന്നിട്ട് മൊയ്നു. അങ്ങനെ പോകുന്നു. ഇവരവകാശപ്പെടുന്നത് ഏകദേശം 700ഓളം മെമ്പേഴ്സ് ഉണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. മെമ്പർഷിപ്പ് ഫീസ് 10,000 എന്നാണ്. അപ്പോൾ ഒരു 700 പേര്, 700 × 10,000 70 ലക്ഷം. ഇതൊക്കെ അവരുടെ അവകാശവാദങ്ങളാണ്. ഇനി നമുക്ക് സായി അണ്ണനിലേക്ക് വരാം. സായി അണ്ണൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, സമൂഹത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്ന വ്യക്തികളെ തേജോവധം ചെയ്യുക എന്നാണ് ഇയാളുടെ പ്രധാന പരിപാടി. സായി അണ്ണനെ അന്ധമായി വിശ്വസിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖം മൂടി അഴിച്ചു മാറ്റേണ്ടത് നമ്മുടെ ആവശ്യമായി തീർന്നിരിക്കുന്നു. ഒരു കാര്യവുമില്ലാതെ ശൈലജ ടീച്ചറിനെ ഒരു പോസ്കോ കേസുമായിട്ട് ബന്ധപ്പെടുത്തി സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയേക്കുവാണ് സായി അണ്ണൻ. സായി അണ്ണന്റെ പരിപാടി എന്താന്ന് വെച്ചാൽ, സായി അണ്ണൻ തങ്കേരി ഗ്രൂപ്പ്, അതേപോലെ പിണറായി ബെൽറ്റ്, ജയരാജ് ബെൽറ്റ്, ഇവരുമായിട്ടൊക്കെ ഭയങ്കര ബന്ധമാണെന്ന് ചുമ്മാ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. എന്ന് വെച്ചാൽ ഇദ്ദേഹം വലിയ സംഭവമാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സായി അണ്ണൻ ചെയ്യുന്നത്. അപ്പം പിന്നെ കഴക്കൂട്ടത്ത് ഒരു പോസ്കോ കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ മാജിക് പ്ലാനറ്റിൽ നിന്ന് പോയിരിക്കുന്ന കേസാണ്. അപ്പം അവിടുത്തെ ഡിസബിലിറ്റി ഉള്ള 2 കുട്ടികളുടെ ഇടയിൽ നടന്ന ഒരു സംഭവമാണ്. ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുതുകാട് സാറാണ്. ആ ഒരു സംഭവത്തിനെ വളച്ചു തിരിച്ച് അത് മുതുകാട് സാറാണ് അതിലെ പ്രതി എന്ന് തെറ്റിദ്ധരിപ്പിച്ചു ജനങ്ങളെ സായി അണ്ണൻ. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് ശൈലജ ടീച്ചറിന് ആ കേസുമായിട്ട് ബന്ധമുണ്ട് എന്നും വരുത്തി തീർത്തു സായി അണ്ണൻ. അപ്പൊ സായി അണ്ണന്റെ വ്യക്തമായ ക്രൂക്കഡ് ബുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ, വടകരയിൽ ശൈലജ ടീച്ചർ മത്സരിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ ശൈലജ ടീച്ചറെ ബുദ്ധിപരമായിട്ട് കരി തേക്കുക. അപ്പോൾ ശൈലജ ടീച്ചർ വടകരയിൽ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും തോക്കണം. സായി അണ്ണ എഴുതി വെച്ചോ, ശൈലജ ടീച്ചർ വടകരയിൽ തോക്കുവാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി സായി അണ്ണൻ തന്നെയാണ്. ഡിജിറ്റൽ തെളിവുകളാണ് സായി അണ്ണന് നേരെ ഇരിക്കുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒറ്റ ചോദ്യം. സായി അണ്ണൻ ആട്ടിൻതോലിട്ട ചെന്നായാണെന്ന് ഇതിൽ നിന്നും അർത്ഥം. നിങ്ങളെ വക്രീകരിച്ച് പറയാൻ അല്ലേലും പണ്ടേ സായി അണ്ണന് വല്ലാത്തൊരു മിടുക്കാണ്. അടുത്ത പോയിന്റ് സായി അണ്ണൻ പറയുണ്ടായി, സായി അണ്ണൻ ഏതെങ്കിലും ചാനലിൽ നിന്നും കുറച്ച് ക്ലിപ്പിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കുറച്ച് % അവർക്കും കൊടുക്കുമെന്ന് ഒരു പോയിന്റ് ഉന്നയിച്ചു. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ആർക്കെങ്കിലും സായി അണ്ണൻ ഇതിന്റെ ഷെയർ വീതിച്ച് തന്നിട്ടുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ. വെറൈറ്റി മീഡിയയിൽ നിന്നും ക്ലിപ്പിംഗ്സ് എടുക്കുമ്പോൾ അവർക്ക് പേയ്മെന്റ് കൊടുക്കാറുണ്ടെന്നും സായി അണ്ണൻ പറയുന്നു. അവർ വിലക്കിയിട്ടുമുണ്ട്. മേലാൽ ക്ലിപ്പിംഗ്സ് എടുത്തു പോകരുത് എന്ന് സായി അണ്ണനോട് വെറൈറ്റി മീഡിയ വിലക്കിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ വലിയ വായിൽ വലിയ ഗമയിൽ പറഞ്ഞു, എൻ്റെ BMW വണ്ടിയിൽ എപ്പോഴും ഞാൻ ഗണ്ണും ക്യാരി ചെയ്താണ് നടക്കുന്നത്, എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടെന്ന്. ഈ ഗണ്ണ് കയ്യിൽ കൊണ്ട് നടക്കുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയർ ഇതിന്റെ പിന്നാലെ ഉണ്ടെന്ന് സായി അണ്ണൻ അറിയോ ആവോ? വ്യക്തമായ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഗണ്ണ് നിങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സ്വഭാവം വെച്ചിട്ട്, നിങ്ങളുടെ രീതിക്ക് ആരെങ്കിലും ഓപ്പോസിറ്റ് നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എടുത്ത് എപ്പം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. വീരവാദമൊക്കെ കൊള്ളാൻ സായി അണ്ണ. വെടിവെക്കുമ്പോൾ ഒന്ന് നോക്കിയൊക്കെ വെടിവെക്കണേ. മുട്ടിന് താഴെ മാത്രമേ വെടിവെക്കാൻ പറ്റൂ. നിങ്ങളുടെ സ്വഭാവത്തിന് കഴിഞ്ഞ ദിവസം അണ്ണൻ്റെ ഒരു വീഡിയോ കണ്ടു. അങ്ങ് BMW കിടന്ന് അങ്ങ് എന്താ വേണോന്നറിയാത്ത ഒരു പരക്കം പാച്ച്, ഒരു ആവേശവും വിരളിയും. എന്തിനാണ് ഈ ആത്മരോധനം എന്ന് മനസ്സിലാവുന്നില്ല.
എന്നെ കൊല്ലും, ഞാൻ BMW പുറത്ത് ഇറങ്ങത്തില്ല. എന്തൊക്കെയായിരുന്നു. പണ്ടൊരു ചൊല്ലുണ്ട്, എന്താണെന്നറിയത്തില്ലേ? ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് സായി അണ്ണ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ഇനി വേറൊരു സംഭവം കൂടെ ഉണ്ട്. സായി അണ്ണന്റെ സ്ട്രൈക്ക് മാറ്റിക്കൊടുത്ത, അതായത് സായി അണ്ണന് വേണ്ടി കൗണ്ടർ കൊടുത്ത നമ്മുടെ കബീഷ് ഭായി കൗണ്ടർ കൊടുക്കുമ്പോൾ ഇവർ കുറച്ച് പോയിന്റ്സ് ഒക്കെ അങ്ങ് അടിച്ചു കൊടുക്കും സ്വന്തം ഇഷ്ടപ്രകാരം. ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് ഓർഡർ കിട്ടി, ഫോട്ടോ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി ഓർഡർ കിട്ടി, അങ്ങനെയാണ് ഞങ്ങൾ ഫോട്ടോ എടുത്ത് യൂസ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അങ്ങ് അടിച്ചു വിടും. പക്ഷേ ഈ കൗണ്ടർ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന പോയിന്റ്സ് ലീഗൽ നോട്ടീസ് പോലെയാണ്. നമ്മളിത് തെളിയിക്കണം, യൂട്യൂബിനത് തെളിയിക്കണം. ആ സമയമാകുമ്പോഴാണ് സായി അണ്ണൻ അനുഭവിക്കാൻ പോകുന്നത്, കബീഷുമായിട്ട് അടികൂടാൻ പോകുന്നത്, കബീഷിൻ്റെ വീട്ടിൽ തേടി പോകാൻ പോകുന്നത്. സായി അണ്ണൻ പെട്ടിരിക്കുന്നത് സായി അണ്ണൻ പോലും അറിഞ്ഞുകൂടാ. ഈ മന്ദബുദ്ധി കബീഷ് എന്തൊക്കെയോ കൗണ്ടറിൽ അടിച്ചു വിട്ടിട്ടുണ്ട്. ഇനി കബീഷ് അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല. കാരണം സായി അണ്ണൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് അതൊക്കെ പോയിരിക്കുന്നത്. അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം സായി അണ്ണനാണ്. അടുത്ത ക്വസ്റ്റ്യൻ സൈന സൗത്ത് പ്ലസിനോടാണ്. സൈന സൗത്ത് പ്ലസ് മാജിക് പ്ലാനറ്റിൽ പോയിട്ട് വീഡിയോ കവർ ചെയ്തതിന് ശേഷം മുതുകാട് സാറിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വീഡിയോസുകൾ എടുത്തു എന്നവർ വാദിക്കുകയുണ്ടായി. പക്ഷേ ഞങ്ങൾ മാജിക് പ്ലാനറ്റിൽ പോയി ഈ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ നിങ്ങൾ സൈന സൗത്ത് പ്ലസ്സുകാർ അവിടെ ചെന്നു എന്നത് സത്യമാണ്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ തന്നിട്ടില്ല എന്ന് മുതുകാട് സാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറമേ നിന്നെടുത്ത വീഡിയോസ് രഹസ്യമായി സായി അണ്ണന് ഇതിനകത്ത് ആങ്കർ അയച്ചു കൊടുത്തു എന്ന് പറയുന്നതിനകത്തെ സത്യാവസ്ഥ എന്താണ്? ഏത് ആങ്കറാണ് അത് അയച്ചു കൊടുത്തത്? കാരണം 10-30 വർഷത്തെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു സ്ഥാപനമാണ് സൈന സൗത്ത് പ്ലസ്. സിനിമാ മേഖലയിൽ ഏറെക്കുറെ ആളുകൾക്കും അറിയാവുന്ന ഒരു സ്ഥാപനമാണ് സൈന സൗത്ത് പ്ലസ്. ആ ഒരു സ്ഥാപനത്തിൽ നിന്നും ഇങ്ങനെ ഒരു വിശ്വാസവഞ്ചന നടന്നു എന്ന് നമുക്ക് തോന്നുന്നില്ല, നമ്മൾ കരുതുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ടീമിലുള്ള സൈന സൗത്ത് പ്ലസിൻ്റെ ടീമിലുള്ള ഏത് അംഗങ്ങളോടാണ് മുതുകാട് സാറ് ഷിഹാബിനെയും ഗോപിനാഥ് മുതുകാട് സാറ് ഷിഹാബിനെയും സായിയെയും മനയത്തിനെയും കൊത്തുമെന്ന് പറഞ്ഞത്? കൊത്തുമെന്നാൽ കൊല്ലുമെന്ന് പറഞ്ഞത് ആരോടാണ്? ഇത് മുതുകാട് സാറിനെ മനഃപൂർവ്വം കരുതിക്കൂട്ടി അപമാനിക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ CP ഷിഹാബിനോടാണ്. നിങ്ങൾ സൈന സൗത്ത് പ്ലസ് എന്ന ചാനലിൽ വിളിച്ചിട്ട് തംബ്നെയിൽ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു. റിയാക്ട് ചെയ്യാൻ കണ്ടന്റ് ഇല്ലെങ്കിൽ 1-2 മാസം ട്രെയിൻ ചെയ്ത് ആളുകളെ കൊണ്ടുവന്ന് വീഡിയോസ് ചെയ്യുന്നതാണോ നിങ്ങളുടെ പ്രവൃത്തി? ഷിഹാബ് തന്നെ സ്വന്തം സ്വരത്തിൽ വീഡിയോയിൽ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് സായി 2 മാസം ട്രെയിൻ ചെയ്താണ് വീഡിയോസ് ചെയ്യിച്ചത്. നിങ്ങൾ സുനിത ദേവദാസിൻ്റെ വീഡിയോയിൽ ഷിഹാബ് അതായത് സുനിത ദേവദാസുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഷിഹാബ് 2 മാസത്തെ ട്രെയിനിങ് പൂർത്തിയായതിനു ശേഷമാണ് അറ്റൻഡ് ചെയ്തത്. ആ ട്രെയിനിങ്ങിൽ സുനിത ദേവദാസും യാതൊരു പരിചയവും കാണിക്കാതെയാണ് ആ ഇൻ്റർവ്യൂ നടത്തിയത്. അപ്പോൾ ഇവരെല്ലാവരും ചേർന്നുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു ആ ഇൻ്റർവ്യൂ. ദ ഫോർത്ത് ജംഗ്ഷൻ എന്ന യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കണ്ണൻ്റെ വീഡിയോസ് കാണാം. അതിൽ കുറേ ഡീറ്റെയിൽസ് എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ CP ഷിഹാബ് ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ എന്ന ചാനലിൻ്റെ ഉടമയോട്, ഫാസിൽ ബഷീറിനോട് വെല്ലുവിളിക്കുകയുണ്ടായി. എവിടെ വേണേലും വെച്ച് ഒരു ഇൻ്റർവ്യൂ വെച്ചോളൂ, വരാം, എൻ്റെ കയ്യിലെ തെളിവുകൾ ഹാജരാക്കാം എന്ന് വെല്ലുവിളിക്കുകയുണ്ടായി. അതും പ്രകാരം ഫാസിൽ ബഷീർ മാജിക് പ്ലാനറ്റിലേക്ക് ഷിഹാബിനെ ക്ഷണിക്കുകയുണ്ടായി.
അതുമാത്രവുമല്ല, ട്രാവലിംഗ് എക്സ്പെൻസും കൂടി കൊടുക്കാമെന്നും പറഞ്ഞിട്ട് എന്തുകൊണ്ട് CP ശിഹാബ് ഫാസിൽ ബഷീറിന്റെ ഈ വെല്ലുവിളിയെ ഏറ്റെടുക്കാതെ പിന്മാറി? എന്തുകൊണ്ട് നോ പറഞ്ഞു? ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെ ഗുഡ്വില്ലിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു സായി കൃഷ്ണ. അതാണ് സായി കൃഷ്ണയ്ക്ക് നേരെ വരാൻ പോകുന്ന കേസ്. അവരെന്തായാലും കേസുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പം ആരാണോ ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെ ഗുഡ്വില്ലിനെ നശിപ്പിക്കാൻ ശ്രമിച്ചത്, ആ വ്യക്തിക്കെതിരെ അവർ കേസുമായി മുൻപോട്ട് പോവുകയാണ്. ഞങ്ങളതവിടെ ചെന്നപ്പോൾ നേരിട്ട് സംസാരിച്ചതുമാണ്. ഈ ഒരു കേസിൽ സായി അണ്ണൻ പെടുമെന്നത് 100 തരമാണ്, 100 തരം.